നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നിങ്ങളുമായുള്ള പ്രണയബന്ധം പുതുക്കി പണിയുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വ്യക്തി ഓരോ നിമിഷവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ നിങ്ങളുമായി ഒരുപാട് വാക്ക് തർക്കത്തിലൂടെ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. നിങ്ങൾ പറയുന്നതിൻ്റെ എതിര് പറയുവാനും നിങ്ങൾ എന്താണോ പറയുന്നത് അതിൻ്റെ എതിര് പ്രവർത്തിക്കുവാനും നിങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ടവരല്ല എന്ന് വരുത്തി തീർക്കുവാനും ഒക്കെ ഈ വ്യക്തിക്ക് പ്രത്യേക കഴിവായിരുന്നു. നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയും നിങ്ങളുടെ സാന്നിധ്യം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ വരെ ഈ പേഴ്സൺ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഐശ്വര്യത്തെക്കുറിച്ചും ഈ വ്യക്തി അറിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ ആ ഒരു നിമിഷം, നിങ്ങളെ വില കുറച്ച് കണ്ടിരുന്ന ആ ഒരു നാളുകൾ, നിങ്ങളെ വേണ്ടാന്ന് വെച്ച ആ ഒരു നിമിഷം, നിങ്ങളെ താഴ്ത്തിക്കെട്ടിയ സന്ദർഭങ്ങൾ, നിങ്ങളുടെ ഐശ്വര്യമില്ലായ്മ, അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്നും ദൂരേക്ക് പോയപ്പോൾ മഹാലക്ഷ്മിയും ഇറങ്ങിപ്പോയി. അതായത് നിങ്ങളിലൂടെ വന്നിരുന്ന ആ ഒരു ഐശ്വര്യം ഈ വ്യക്തിക്ക് നഷ്ടമായി എന്നാണ് കാണപ്പെടുന്നത്. നിങ്ങളൊരു ഐശ്വര്യ ദേവതയായിരുന്നു. അത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ വില അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മറ്റു പലവർക്കും പ്രാധാന്യം കൊടുക്കുകയും അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവുകയുമാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം പുതുക്കി പണിയുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒറ്റപ്പെട്ടുള്ള ജീവിതം മതിയായിരിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എത്രയും വേഗം പുതുക്കി പണിഞ്ഞില്ലെങ്കിൽ താൻ ഒറ്റക്കായി പോകും എന്നുള്ള സത്യം ഈ വ്യക്തിയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കിരുന്ന് കരഞ്ഞും സഹതപിച്ചും ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. ഇവിടെ മനസ്സ് മാറ്റുവാനും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിവെക്കുവാനും വേണ്ടിയിട്ട് ഈ വ്യക്തി ഇതാ ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ചിന്തകളിൽ നിന്നും രക്ഷ നേടാനും മനസ്സിന് സമാധാനം കിട്ടുവാനും വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം ലഭിക്കുമല്ലോ എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയുമില്ല എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ഈ വ്യക്തി ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ സമയവും എടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. പകൽ സമയത്ത് മാത്രമല്ല രാത്രി സമയങ്ങളിലും ഈ വ്യക്തി ജോലി ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരിക്കാൻ ഈ വ്യക്തിക്ക് ഭയമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ടുള്ള പശ്ചാത്താപവും നിങ്ങളെക്കുറിച്ച് 1000 ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസാക്ഷി ഈ വ്യക്തിയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും കൃത്യമായ ഉത്തരമില്ലാത്തതുകൊണ്ട് ഈ വ്യക്തി ഒരുപാട് ജോലി ചെയ്യുകയും മറ്റുള്ളവരുമായി ഏർപ്പെട്ട് മറ്റുള്ളവരോടൊപ്പം കൂടെ നിൽക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാതെ പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ല. എന്നാൽ എത്ര ജോലി തന്നെ ചെയ്തോട്ടെ,
എത്രത്തോളം ഈ വ്യക്തി തിരക്കിലായി പോയിക്കോട്ടെ, എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. യാതൊരു തരത്തിലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളും മുഖവും മായുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായാത്തത് എന്നുവരെയും ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം പുതുക്കിയെടുക്കുവാനാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പുതുക്കി പണിയുക എന്നുള്ളത് ഈ വ്യക്തിയുടേത് മാത്രമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. കാരണം ഈ പ്രണയബന്ധം പുതുക്കി പണിയുവാൻ വേണ്ടിയും റിയൂണിയൻ ഉണ്ടാകുവാൻ വേണ്ടിയും ഒന്നിക്കുവാൻ വേണ്ടിയും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ വിധത്തിലുമുള്ള പ്രയത്നവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഇനി ഒരു കാര്യവും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ വ്യക്തി അങ്ങനെയല്ല. ഇനി ഈ വ്യക്തിയുടെ ഊഴമാണ്. ഈ വ്യക്തിയാണ് ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടേത് മാത്രമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പ്രണയബന്ധത്തിൽ ഇനി വന്നു ചേരാൻ പോകുന്നത്. തകർന്നടിഞ്ഞ് വീണ് കിടക്കുന്ന വലിയൊരു പടുകൂറ്റം വൃക്ഷത്തിന് സമമായിട്ടാണ്, അല്ലെങ്കിൽ പടുകൂറ്റം ഒരു ബിൽഡിങ്ങിന്, ഒരു കെട്ടിടത്തിന് സമാനമായിട്ടാണ് ഈ പ്രണയബന്ധം നിലകൊള്ളുന്നത്. അടിത്തറ ഇപ്പോഴും ഇളകിപ്പോയിട്ടില്ല. അടിത്തറ ഇപ്പോഴും അവശേഷിക്കുന്നു. അതുകൊണ്ട് ആ അടിത്തറയ്ക്ക് മുകളിലായി ഓരോ കഷ്ണങ്ങളായി വെച്ച് പണിഞ്ഞ് പഴയതിനെക്കാട്ടിലും വളരെ മനോഹരമായ ഒരു കെട്ടിടം പടുത്തുയർത്തണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കെട്ടിടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തെ തന്നെയാണ്. ഈ പ്രണയബന്ധത്തിൽ ഒരുപാട് ചഞ്ചലകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള, അല്ലെങ്കിൽ തെറ്റ് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി ദൈവം ഓരോ മനുഷ്യനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കർത്തവ്യമാണ് ഈ വ്യക്തി ഇവിടെ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ വ്യക്തിയെ കൊണ്ട് സ്വയം തന്നെ അത് തിരുത്തുവാനും നല്ലത് ചെയ്യുവാനും നിങ്ങളുടെ അടുത്തേക്ക് നന്മയോടുകൂടി വന്നു ചേരാനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് വന്നു ചേരണം എന്നാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വീട്ടിൽ പോലും നിൽക്കാൻ സാധിക്കുന്നില്ല. വളരെ ഇമോഷണൽ പരമായിട്ടുള്ള ട്രോമയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് വീട്ടുകാരുമായി പങ്കിടുവാനോ വീട്ടിലുള്ളവരുമായി മനസ്സു തുറന്ന് സംസാരിക്കുവാനോ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തിക്ക് അത്രയും കംഫർട്ടബിൾ തോന്നിക്കുന്നില്ല. അതുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെയും കൂടിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുവാൻ ഈ വ്യക്തി തയ്യാറല്ല. അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് പഴയതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രണയബന്ധം, നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധം പുതുക്കി പണിഞ്ഞ് പുതിയ ഒരു ഊർജത്തിലേക്ക് പടുത്തുയർത്താൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമാകുമെന്നറിയാം. ഈ വായന നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.